ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മാച്ച് ആണ്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. ഇത് പുതിയൊരു ഗെയിമാണ്. കുറേ ദിവസമേ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ്, ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ ഈ പല റോബോട്ട്സിന് ഓണിക്കണം, പൈസ ഒക്കെ വേണം. റോബോട്ട്സിന് ഇങ്ങനെ ഗണ്ണ് മോണിച്ച് കൊടുക്കണം, ഗണ്ണ് സെലക്ട് ചെയ്യണം. അതിൽ മുകളിലത്തെ റോസസ് മറ്റേ വയലറ്റ് റോസ ആ കളറിലും ആ സൈഡത്തെ നീല കോയിൻസും നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ ഇതിനൊക്കെ ഗണ്ണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാരെ വിളിക്കണ ഇതെൻ്റെ അനിയനാണ്. എൻ്റെ അനിയൻ ഈ ഗെയിമിൽ വന്ന് ചൊറയാക്കാൻ തുടങ്ങി ഗൈസ്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അപ്സെറ്റ് ചെയ്യാം. ഈ ഗണ്ണ് ഒരു മിസൈലാണ് ഗൈസ്. അപ്പോൾ ഈ ഗണ്ണ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഒരു കൈ മാത്രം കളിക്കാൻ പറ്റൂ. ഈ രണ്ട് കയ്യിൽ വെക്കണമെങ്കിൽ വേറൊരു റോബോട്ടുണ്ട്. ആ റോബോട്ടോടെ കയ്യിൽ കുറേ കാര്യമുണ്ട്. എൻ്റെ അനിയൻ കളിക്കുന്ന ഫോണ് വേറൊരു ഫോണാണ്. ആ ഫോണിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നിന്നതാണ്. പക്ഷെ അതിൽ റെക്കോർഡിങ് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്തു. ഇതിലധികം സ്കിൻസ് ഒന്നുമില്ല. അതിൽ ഞാൻ എത്ര സ്കിൻ എടുത്തിനെന്ന് അത് എനിക്ക് മാത്രമേ അറിയൂ. അതിലുള്ള സ്കിൻസിനൊന്നും ഇതൊന്നുമില്ല. അതിന് മറ്റേ ഷീൽഡൊക്കെ ഇല്ലേ, ഒരു റോബോട്ടുണ്ട് ഗൈസ്. അതിനുള്ള എന്ത് പവറാണെന്ന് അറിയാം. ആ ഷീൽഡ് പൊട്ടിച്ചാലേ അതിൻ്റെ ലൈഫ് ഒന്ന് ഇഞ്ചനക്കാൻ പറ്റും. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു സെലക്ട് ചെയ്ത് കളിക്കുന്ന റോബോട്ട് എന്ന് വെച്ചാൽ ഈ ഉരുണ്ടോന്ന ഇതാണ്. ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവനിട്ട് ഗണ്ണ് എന്ന് വെച്ചാൽ മിസൈൽ ലോഞ്ചേഴ്സാണ്, ഡബിൾ മിസൈൽ ലോഞ്ചേഴ്സാണ്. അപ്പം ഈ മിസൈൽ ലോഞ്ചേഴ്സ് മുകളിലോട്ട് പോകും. ഇപ്പം എനിക്കെല്ലാം മറ്റുള്ളവർ സാധാ ഗണ്ണ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അറ്റാക്ക് നമുക്ക് നേരെ കൊള്ളും. അത് മറിച്ച് ഞാൻ അവർ അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ ഗണ്ണ് വെച്ചിട്ട് അത് അവർക്ക് തരില്ല. ഇതിലെ കൂടെ അവർക്ക് ചിഹ്നം കാണിക്കും. അവരുടെ മുകളിൽ ഒരു ഏറോ മാർക്ക് ഇട്ടിട്ട് ഒരു സൈഡിൽ 2 എണ്ണം കാണിക്കും. അതിലൊരു കോളത്തിൽ 4 എണ്ണം, മറ്റേ കോളത്തിൽ 4 എണ്ണം. അവർ ഏതെങ്കിലും മുകളിൽ കവറുള്ള സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിൽ അവർ തീർന്നു. ചെറിയ ഇങ്ങനത്തെ തുള്ളി റാപ്റ്റേഴ്സ് ആണെങ്കിലൊക്കെ അവർ തീർന്നു. അപ്പം ഇതിൻ്റെ റാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇവന് ഭയങ്കര ഹൈറ്റ് ജമ്പ് ചെയ്യാൻ പറ്റും. ഈ പറക്കുന്ന റോബോട്ടിന് പറക്കാനും പറ്റും. അധികം ഹൈറ്റ് പറക്കാൻ പറ്റില്ല, പക്ഷെ അതിന് ഹീൽ ചെയ്യാൻ പറ്റും. എൻ്റെ റോബോട്ടിനകത്ത് കാണിച്ചെടുക്കാം. ഞാൻ എൻ്റെ റോബോട്ടാണ് ഈ MD. ഇതിൻ്റെ പേര് MD എന്നാണ്. ഇത് എടുത്ത് കളിക്കുന്നുണ്ട്. ഇവൻ്റെ പേര് ഗോസ്റ്റ് അങ്ങനെ എന്തോ ആണ്. ഗോസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിന് കണ്ടാലേ പ്രേതത്തിൻ്റെ ലുക്ക് ഗൈസ്. ഇത് എൻ്റെ അനിയൻ കളിക്കുന്ന ഫോണിലുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് കൂട്ടിട്ട് അവരിവിടെത്തി. ഓൻ്റെ ഒപ്പം ഒരു MD കൂടി ഉണ്ട്. ഓന് ഹെൽത്ത് കൂട്ടിയാൽ ആ പ്രേതത്തിൻ്റെ ഹെൽത്ത്, ഗോസ്റ്റിൻ്റെ ഹെൽത്ത് പോയാൽ ഓന് ഹെൽത്ത് റീസെറ്റാക്കാൻ പറ്റി ഇവന്. കാരണം ഇവൻ്റെ ഈ ചുറ്റും കാണുന്ന മെക്കാനിസം റിങ്ങിൻ്റെ ഉള്ളിൽ കയറിക്കുന്ന റോബോട്ട്സിനും ഇതാക്കും. ഇവൻ്റെ പവർ എന്ന് വെച്ചാൽ ഈ മോളിൽ കാണുന്ന ഏറോ മാർക്കുണ്ടോ അവിടെ പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ ഇവന് സ്പീഡിൽ നടക്കാൻ കഴിയും. ഇപ്പം ഞാൻ അവിടുന്ന് സൂം എവിടെയൊക്കെ നോക്കുന്നുണ്ട്, സൂം ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് പോയിട്ട് സൂം ചെയ്തിട്ടുണ്ട്. ഇവനെ ഞാൻ തീർക്കും. ഇവനെ ഞാൻ റിവഞ്ച് എടുത്തിട്ട് കാര്യമില്ല ഗൈസ്. എൻ്റെ അനിയനാളുണ്ട്. അനിയൻ്റെ മുമ്പ് വെച്ചിട്ട് എൻ്റെ അനിയൻ നോക്കുന്നുണ്ട്. അനിയൻ്റെ മുമ്പ് വെച്ചിട്ട് തോല ഞാൻ വളർത്തുന്നു. അവനിപ്പോൾ എന്താക്കിയാൽ എൻ്റെ ഹെൽത്ത് കൂടുന്നുണ്ടോ ഗൈസ്? അവൻ അടിക്കുന്നൊന്നും കേൾക്കൂല. ഇതിനെ കൊണ്ട് ഈ മിസൈൽ എടുത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു വിട്ടപ്പാടും
ഒന്ന് സൈഡിലോട്ടാണെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോയേക്കാം, നമുക്ക് കൊള്ളാണ്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിലൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ കളി തീർക്കണം, നമ്മൾ എല്ലാത്തിനും തീർക്കണം. ഈ മുകളിലോട്ടുള്ള ഇട്ട് വന്ന് വാട്ടർ റൗണ്ട് സാധനം കണ്ടോ, ഇത് ഓരോ സ്പോണിങ് പോയിൻ്റാണ്. ഈ എല്ലാവരും കൊല്ലുന്നതൊക്കെ വരാം. ഈ സ്പോണിങ് പോയിൻ്റ് എല്ലാം ഇപ്പോൾ നമ്മൾ ബാറ്റിലാണല്ലോ, ബാറ്റിലെ കളർ നീല, ആ നീല കളറാക്കി കഴിഞ്ഞാൽ നീല കളറാക്കിയാൽ നമ്മൾ ജയിച്ചു. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ അവരാണ് അത് ചെയ്തതെങ്കിൽ അവരും ജയിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കളിക്കണം. മിക്കവാറും അവർ ജയിക്കാനുള്ള ചാൻസ് കാശ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവർ ജയിച്ചു. നമുക്ക് ലോബിയിലോട്ട് പോകാം. ലോബിയിലോട്ട് പോകണം. ആകെ ഒരു മെഡൽ കിട്ടി, ഒരു റിവെഞ്ച് മെഡൽ. എനിക്കൊരു ബോക്സ് കൊടുക്കേ. ലോബിയിലോട്ട് പോവാം. ഇതെല്ലാം ഫുള്ള ഗോൾഡ് സാധനം കംപ്ലീറ്റ് ആക്കണം. വെച്ചാൽ വീക്കിലി ഇല്ലല്ലോ. വീക്കിലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി. വീക്കിലിന്ന് മറ്റേ ഈ സാധനം ഉണ്ടാവും, ആ വലിയ സാധനം, ആ പിങ്ക് കളറ്, ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോബോട്ട്സിനെ മേടിക്കാൻ കിട്ടും. അത് അത്ര 2000 അത്ര സംതിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് സീനി ഗണ്ണ് കിട്ടും ഗൈസ്. പക്ഷേ അത് 2000 എത്തിക്കണം. എൻ്റെ മറ്റേ ഫോണിൽ പോലും ഞാൻ അത് എത്ര എത്തിച്ചിട്ടാ അത്രയും പണിയാണ് അത് കൂട്ടി വരാൻ. അത് ഭാഗ്യമുണ്ടെങ്കിൽ കൂട്ടി വരും. ഇതെല്ലാം മേടിക്കണമെങ്കിൽ ഒരുപാട് അങ്ങനത്തെ ആ പിങ്ക് കളർ സാധനം വേണ്ടി വരും. നമുക്ക് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കാം. ഗൈസ്. നമുക്ക് പെയിൻ്റൊക്കെ അടിച്ച് പോവാം. വീണ്ടും വന്നു. ഇനി ഹാൻഡ്സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ കയ്യിലേക്ക് ആണോ വെയിറ്റ് ഫോർ ടീം കിട്ടും. ബേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിയായിരിക്കും ഗൈസ്. അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടാവും. സ്പേസാണോ? സ്പേസടേ നമ്മ തോറ്റു. ഈ കളി നിങ്ങൾ കണ്ടോ? ഫുള്ളാക്കട്ടെ. ഈ മുകളിലത്തെ സാധനം ഫുള്ളാക്കി ഒരു സ്പോണിങ് പോയിൻ്റായി. മിസൈലൂടെ ഇപ്പം ഇത് മുകളിലേക്ക് കൂടെ പോവും. ഒരു സേഫ് സോണിലേക്ക് എത്തി. സ്പീഡിൽ പോവേ രക്ഷ. ഇവന് എത്ര കോളെടുത്ത് നമുക്ക് പഠനം നോക്കാം. 1 2 3 4 4 ഇവൻ്റെ പവർ വെച്ചാൽ ഇവൻ്റെ ബാക്കിലൊരു സ്റ്റോക്ക് നിൽക്കുന്നൊരു കുട്ടി റോബോട്ട് ഉണ്ട്. അത് നമ്മൾ വീട്ടിൽ വെക്കും. അതിനടുത്ത് വീട്ടിൻ്റെ സ്പീഡ് നമുക്ക് ആ ബുള്ളറ്റ് കാണാൻ പോലും പറ്റില്ല. അത്ര സ്പീഡിലേക്കോ ആ ബുള്ളറ്റ്സൊക്കെ വരുന്നു. അതെൻ്റെ അനിയൻ കളിക്കുന്ന ഫോണിലുണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാനായിട്ട് കേട്ടോ അതിലിടാത്ത. ഞാൻ ഒരു ദിവസം ഇതിൽ വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാം നമുക്ക് പേര് ചൂസ് ചെയ്യാം. നമ്മൾ പ്രൊഫൈല് ചൂസ് ചെയ്യാം. ആ പ്രൊഫൈല് ഐഡിയെല്ലാം ചൂസ് ചെയ്യാം. നമുക്ക് നമ്മളെ ഫോട്ടോ എടുത്തിടാൻ പറ്റില്ല ഇതിൽ. ഇവർ ഈ
ഗെയിമിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും. അത് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ആയിട്ടിടാം. ഞാൻ MG എടുത്തിട്ടുണ്ട്. അവിടുത്തെ മുകളിലുണ്ട് ഓന് എച്ചാതി കളിടായി. ഞാൻ തുടുത്തുടോ മിസൈലിട്ട് കൊടുക്കുന്നു. ഇതാ അവർക്ക് അറിയാൻ പറ്റും നമുക്ക് ആ മുകളിലേക്ക് കൂടെ ഇരുന്ന് മിസൈല് എങ്ങനെ അവർക്ക് മേക്ക് കൊള്ളുന്നതെന്ന്. അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിഹ്നം കാണിക്കും. എൻ്റെ മേക്ക് ഇപ്പം റൗണ്ട് കണ്ടിട്ടുണ്ട്. ഹെൽത്ത് കൂടുന്നില്ലല്ലോ ഗൈസ്. നിങ്ങൾക്ക് നല്ലപ്പം കളിക്കണം, മൾട്ടിപ്ലെയർ കളിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഈ ഗെയിം ചെയ്യട്ട കമൻറ്റിൽ ഇങ്ങനെ ഐഡിയകൾ അയച്ചാൽ മതി. ലാസ്റ്റ് വൺ ഗൈസ്, റാപ്റ്റർ സ്റ്റൈൽ. ഉള്ളിക്ക് ഞാൻ വെറുതെ അടിച്ചത് ഗൈസ്. റിവെഞ്ച് മെൻ്റലിറ്റി. ഓ അടി. ബാക്കിൽ എൻ്റെ അനിയനുണ്ട്. ഞാൻ അടുത്തടുത്ത കോബ്ര ഷീൽഡ് റോബോട്ട് വെച്ച് കളിക്കുന്നുണ്ട്. സീനന്നെ ഇതാണ് ദേവവും ഇപ്പം അടിയും ചെയ്യും. ഞാൻ പറഞ്ഞത് ആ ഷീൽഡ് പൊക്കാൻ പറ്റും. ഞാൻ പൊക്കാനൊന്നും അവനെ അറിയില്ല. എംഡിക്കൊന്നും കളിയില്ല. എംഡിക്ക് അധികം വെയിറ്റില്ല. റാപ്പറിന് ഒരു പരിധി വരെ പൊക്കാൻ പറ്റും. ഓരോ റോബോട്ട്സിനും ഒരു പരിധി വരെ ഗണ്ണ് എടുക്കാൻ പറ്റും. അവർ എടുക്കാൻ പറ്റില്ല. ഇത് എൻ്റെ അനിയനാണ്. ഞാൻ പറഞ്ഞത് ഈ സ്കിന്നിൻ്റെ മറ്റേ ഫോണിലുണ്ടെന്ന്. ഇത് മോസ്റ്റ് പവർഫുൾ ലെജൻഡറി വെപ്പൺസിലൊന്നാണ് എൻ്റെ അനിയൻ ഇപ്പോൾ ഇട്ടെടുക്കുന്നത്. ഇതിൽ ഒന്നേത്ര 5 ബുള്ളറ്റ്സ് രണ്ടെണ്ണത്തിൽ രണ്ട് കൈക്കിട്ട് കഴിഞ്ഞാൽ രണ്ടിനും 5 മിസൈൽസ്. അത് 2 3 പോയിക്കൊണ്ടിരിക്കും. അത് നിർത്താൻ പറ്റില്ല. ഒരു മുഴുവൻ തുരുതുരെ പോയിക്കൊണ്ടിരിക്കും. ഡിവീറ്റഡോ ഫസ്റ്റ് ഇവൻ്റെ മുമ്പിലല്ല പോയിട്ട് നിന്നേ. അല്ല ഇവൻ നമ്മളെ ടീമാ. ഇതാ സൈഡിൽ സ്റ്റൈൽ സെക്കൻഡ് എന്താണ്. നമുക്ക് വീണ്ടും ഒരു മൾട്ടിപ്ലെയർ അല്ലാണ്ട് ഒരു കളി കളിച്ചു നോക്കാം. ലൂബിയിലേക്കത്ത് ഭയങ്കര ഭയങ്കര സീനാണ്. നമുക്ക് ഇതൊക്കെ എടുക്കുന്നത് ഒറ്റക്കൊന്ന് കളിച്ചു കൊടുക്കാം. ഞാൻ ഒറ്റക്കാണ് കളിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ അനിയൻ്റെ മൾട്ടിപ്ലെയറല്ല. പിന്നെ ഞാൻ വേറെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അനിയൻ ഞാൻ കളിക്കുന്ന ഇപ്പോൾ ഇല്ലേ സർവറിലല്ല, കാണിക്ക സർവറിലുണ്ട്. കളി തുടങ്ങി. ഈ സ്ഥലത്തിൽ ഇവന് കുറച്ച് സമയം പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇവൻ്റെ അടി അത്ര ഏഷൂല ഗായ്സ്. ഇപ്പം പറന്നു സാധനങ്ങൾ അത് പീരങ്കിന്നെല്ലാം വിടുന്ന വലിയ ബോംബില്ലേ, അതാണ്. അതായത് മേക്കൊണ്ട് കുറച്ച് ലൈഫ് പോകും. ഇപ്പം ഫസ്റ്റ് ബ്ലഡ് ഫസ്റ്റൊരു കില്ലെടുത്തു അമ്മ. അങ്ങനത്തെ റൗണ്ട് സ്ഥാനത്ത് പോയിട്ട് അത് എതിർ ടീമിൻ്റെ ആണെങ്കിൽ അവിടെ പോയിട്ട് അധികം കളിക്കാൻ നിൽക്കണ്ട.
ഒരാളെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ട. ഒരാൾ ആദ്യം ഉണ്ടെങ്കിൽ കുറച്ച് സീനായിരിക്കും. ചിലപ്പോൾ വേറൊരാളെ നമ്മുടെ ടീമിൽ ഒരാൾ വേറൊരാളെ കൊന്നെങ്കിൽ അവിടെ കുറച്ചാളെ അമ്മ വെയിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ന്യൂസ് പോകണം. ഇത് ഭയങ്കര പണിയായിരിക്കും അവർ കൊല്ലാൻ. അപ്പോൾ ഞാൻ ഒരാളെയും കൂടി കൊന്നിട്ടുണ്ട്. ആക്കിൻ്റെ നമുക്ക് കിട്ടിയില്ല, അതിൻ്റെ മെഡൽ കിട്ടിയിട്ട വെറുതെ ഒടിയൊക്കെ. ഇപ്പം സ്പീഡ് പോംസാണ്. ഇപ്പം മുമ്പിൽ ഇത്ര പോലെ ലൈഫ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് അത് കൊണ്ടു കഴിഞ്ഞാൽ അയാൾ തീർന്നു കഴിച്ചു. അയാൾ തീർന്നു കഴിച്ചു. എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട്. അപ്പോൾ സൗണ്ടാണ് അതിൻ്റെ. ചിലപ്പം മയക്കായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തച്ചു കൊല്ലട്ടി ഈ സൗണ്ടെല്ലാം കിട്ടിയിട്ട്. വേഗം വിട്. ഉറത്ത് പണിയാണ്. ഇത് കൊള്ളൂല ഗൈസ്. എന്ത് പൊട്ടത്തരാണ് ലോഡാവണമെന്ന് മാത്രം 10 മിനിറ്റാണ് ഗൈസ്. കണ്ടോ ഇതിവിടെ തുറന്നാണെന്ന് നമുക്ക് തോന്നണ്ട. എടാ ആദ്യം എളുപ്പം ഇടൂ. എൻ്റെ ലൈഫ് സീസണം ഫാസ്റ്റ് ബൂസ്റ്റർ ഇട്ട് ഒരറ്റ തീർക്കല. ഈ സ്ഥലത്ത് ഇവൻ്റെ അടി യേശുവില പറഞ്ഞത് നമുക്ക് എല്ലാം ഇങ്ങനെ ബിൽഡിങ്. അപ്പോൾ നമ്മൾ ഈടുന്ന് അടി വെച്ചാൽ എല്ലാത്തിനും വലിയ ഒരു കവർ കിട്ടും. കവർ കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ തന്നെ കൊന്നു. പക്ഷേ അപ്പം മൂന്നാളായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരുത്തനും കൊണ്ടിട്ട കേസ്. നമുക്ക് വേണമെങ്കിൽ ഒരു കയ്യിൽ നിന്ന് മാത്രമായിട്ട് മിസൈൽ വിടാൻ പറ്റും. ഒക്കെ 2 മെഡൽ കിട്ടി. ഇതിൽ സ്പെൽ റബ്ബറായിട്ട് നല്ലൊരു മെഡലുണ്ട്. അത് ഇടക്കിടക്ക് ആൾക്കാർ കൊല്ലാൻ കിട്ടും. പക്ഷെ അധികം കിട്ടൽ ഈ റൗണ്ട്സാണ്. നമ്മളെ ഫൈറ്റിങ്ങിൻ്റെ ഇടക്ക് ഈ റൗണ്ട്സാണ് പൂർത്തിയാക്കി അധികം വേഗം കിട്ടും. ഈ സ്പെൽ റബ്ബറായിട്ട് എന്ന മെഡൽ അതായത് റയർ മെഡലാണ്. എൻ്റെ അനിയത്തിയെ ചീത്ത പറയുന്നതാണ്. അത് കരഞ്ഞു പോയപ്പാക്കുന്നത്. ആ പച്ച സാധനത്തിൽ മുകളിലെ അതിലൂടെ ചത്തുപോകും. അന്ന് ഞാൻ MDനെ കൊണ്ട് പറക്കുന്നതല്ലേ വിചാരിച്ചിട്ട് ഒന്ന് കീറ്റ് നോക്കി. പറക്കുന്നതാണ് പച്ച എല്ലാത്തിൻ്റെയും പവർ പച്ച. ഞാൻ കാണത്തു വരുന്നു MD. ഞാൻ MD എന്ന് പറയുന്നത് ആ റോബോട്ടിനെയാണ്. കാരണം അതിൻ്റെ പേര് വായിക്കാൻ കിട്ടുന്നില്ല. അന്നേരം ഞാൻ മേടെ MD എന്ന് അതിൻ്റെ മുകളിൽ റോബോട്ടിൻ്റെ മുകളിൽ ഞാനത് മേടിക്കുന്ന സമയത്ത് കണ്ട പേരാണ് ഞാൻ അതിൽ ഇട്ടത്. അതിന് വിളിക്കുന്നത്. പിന്നെ ബാറ്റിൽ ഗൈസ് എൻ്റെ ഒരു ഡെഡ് ഗൈസ്. ഞാൻ ഫാസ്റ്റ് അടിച്ച് ഗൈസ്. മുള്ളൂന്ന് ഒരു കുറച്ച് റോൾസ് ഉണ്ടല്ലേ. ഫസ്റ്റ് മെന്റാലിറ്റി. പക്ഷെ എൻ്റെ മോനെ ഇത്ര സാധനം ഫുള്ളാവും. എൻ്റെ മോനെ വേഗം ലൂപ്പിലെത്ത് റീസണക്ക് കുറച്ച് പൈസ കിട്ടും. നേരത്തെ എൻ്റെ അനിയൻ കളിച്ച ഫോണിലത്ര കോയിൻസിൽ 1,00,000 കോയിൻസ് ഉണ്ട്. അനിയൻ അടുത്ത ആ റോബോട്ടില്ലേ, ആ റോബോട്ട് ഓണിക്കണമെങ്കിൽ 1,00,000 എത്ര സംതിങ് കോയിൻസ് ആ ബ്ലൂ കളർ വേണം. അത് ഞാനൊന്ന് നമുക്ക് കൊടുത്തോണ്ട്
വാങ്ങിച്ചത്. നമുക്ക് ഇതെല്ലാം എടുക്കാം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിട്ടും. മെക്ക സിൽവർ ബോക്സ് കിട്ടി. മെക്ക ഇവിടെ കുറച്ചും കൂടി മണ്ണായി. ഇത് ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ മോനെ ഒരു രക്ഷയില്ല, നമുക്ക് ഫുള്ളായി. മെക്ക സിൽവർ ബോക്സ് ഉണ്ട്. മിനി സിൽവർ ബോക്സ് എന്താ ചെയ്യുക? ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഉണ്ടോ നോക്കാം. ഒന്നും ഇതാക്കാനില്ല. നിങ്ങൾ പൈസ കൂട്ടാൻ നോക്കണം. കുറച്ച് സ്കൂളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതാക്കാൻ വേഗം. എല്ലാവർക്കും ബൈ ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.